ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ബ്രെഡ് വേണം, മാംഗോ വേണം, പിന്നെ വിപ്പിംഗ് ക്രീം വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ ജപ്പാനീസ് മാംഗോ സാൻഡോ എന്ന് കേട്ടോ. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിന് അതുപോലെ തന്നെ പിള്ളേർക്ക് ടിഫിനിൽ കൊടുത്തു വിടാനൊക്കെ നല്ല എളുപ്പമാണ്. ഇൻസ്റ്റൻറ്റ് വിപ്പിംഗ് ക്രീം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും സമയം വേണ്ട കേട്ടോ. നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ പിറ്റേ ദിവസം പിള്ളേർക്ക് ടിഫിനിലോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ കൊടുത്തു വിടുക വെച്ചാൽ അവരവിടെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ട് നല്ലോണം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിലോട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ ഞാൻ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ എൻ്റെത് ഇതിൽ ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കണ്ടൻസ് മിൽക്ക് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേത് ഷുഗർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ഷുഗർ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ കണ്ടൻസ് മിൽക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലോട്ട് 2-3 ഡ്രോപ്സ് വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് സെറ്റാക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ലെയർ ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് എടുക്കുക. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ മാംഗോ കട്ട് ചെയ്യുമ്പോൾ മാംഗോ നല്ല പോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഇൻസ്റ്റൻറ്റ് കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ സ്കൂളിലോട്ട് പിള്ളേർക്ക് കൊടുത്തു വിടാനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ സൈഡൊക്കെ ഒന്ന് അങ്ങനെ ബ്രെഡിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റത്തെ ബ്രെഡിൽ ഞാനിതുപോലെ തന്നെ പതിവ് പോലെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, പിന്നെ മാംഗോ വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്ന ബ്രെഡിൻ്റെ മേലെ ഞാൻ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. കാരണം എൻ്റെ മാംഗോക്ക് ഒട്ടും മധുരമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാംഗോക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷേ തീരെ മധുരമല്ല. അപ്പോൾ ഞാനതങ്ങോട്ട് നല്ലപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പിള്ളേർക്ക് ഏത് ഫ്രൂട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരം സ്ട്രോബെറി വെച്ചെടുക്കാം. അതേപോലെ തന്നെ കിവി വെച്ചെടുക്കാം. പിള്ളേർക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അതുപോലെ ആപ്പിൾ വെച്ചെടുക്കാം. ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ഓരോന്നും മാറ്റിയും വെച്ച് കൊടുക്കാം കേട്ടോ. പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും. ഇവിടെ ഞാൻ പിള്ളേർക്ക് വെച്ചെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്രൂട്ട്സ് മാറ്റി മാറ്റി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ ലെയർ ചെയ്യുന്ന സാധാരണ നമ്മൾ സാൻഡ്വിച്ചുകളൊക്കെ ലെയർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ മാംഗോ വെച്ചു. പിന്നെ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡുമ്മലും നമ്മൾ വെച്ച് കൊടുക്കുന്ന ബ്രെഡിലെ അതിൻ്റെ മേലെ അതിമ്മലും ഞാൻ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മാംഗോ വെച്ചിട്ട് അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു റാപ്പിംഗ് കവർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ടിഫിനിൽ വെച്ചെടുക്കുമ്പോൾ അതുപോലെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചാൽ അതൊന്ന് സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ റാപ്പിംഗ് കവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റാപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും പോവൊന്നുമില്ല, ശരിക്കും സെറ്റായിട്ട് നമുക്ക് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങളിൽ റാപ്പിംഗ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് സെറ്റ് ആയതിന് ശേഷം നമ്മൾ റാപ്പിംഗ് കവർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിട്ടോ ബ്രെഡ്. ഇപ്പോൾ അതെ ഈ ബ്രെഡ് നമ്മൾ വെച്ചെടുക്കുന്നില്ലേ വിപ്പിംഗ് ക്രീം വെച്ചിട്ട്, അതിന് ശേഷം നമ്മൾ ഒരു റാപ്പിംഗ് കവർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ വെച്ചിട്ട് രാവിലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ രാവിലെ കട്ട് ചെയ്തെടുത്താലും മതി. ടിഫിനിൽക്കോ അല്ലെങ്കിൽ ഓഫീസിൽക്കോ അങ്ങനെ കൊടുത്തു വിടാന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് അപ്പം എടുത്താൽ മതി, റാപ്പ് ചെയ്ത് വെച്ചിട്ട്. ഇപ്പോഴേ ഞാൻ എൻ്റെ റാപ്പിംഗ് ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം.